വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യുവതിവാക്കളെ, കുട്ടികളെ, കുഞ്ഞുമക്കളെ, നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ. സാത്താൻ പിശാച് പത്രോസിനെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ്, ശിഷ്യന്മാരെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ് ഈശോയുടെ മരണത്തിന് മുൻപേ തന്നെ പറയാം. അല്ലേ, മുൻപേ തന്നെ പറയാം. അതുകൊണ്ട് സാത്താൻ നിന്നെ പൊടി പോലെ പാറ്റാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലേ, സാത്താൻ എന്ന് പറയുന്നത് നല്ല സുന്ദരനായ വ്യക്തിയാണ്, സുമുഖനായ വ്യക്തിയാണ്, കൗശലക്കാരനായ വ്യക്തിയാണ്, ആസ്വാദകരായ വ്യക്തിയാണ്. അല്ലേ, അല്ല നമ്മൾ കാണുന്ന പോലത്തെ രീതിയിലുള്ള ഒരു വ്യക്തിയല്ല പിശാചെന്ന് പറയുന്നത്. സുന്ദരനാണ്, സുമുഖനാണ്, അവൻ കൗശല്യക്കാരനാണ്. അതുകൊണ്ടാണല്ലോ ആദിമാതാപിതാക്കന്മാർ ഒരു പഴത്തിൻ്റെ മുമ്പിൽ വീണുപോയി. അവരുടെ കൃപ നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പഴത്തിൻ്റെ മുമ്പിൽ അവർ വീണപ്പോൾ അവരുടെ കൃപ നഷ്ടപ്പെട്ടു. അല്ലേലിങ്ങ. അതുകൊണ്ട് സാത്താൻ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ പത്രോസിനോട് ചെയ്യാൻ പോകുന്ന, ശിഷ്യന്മാരോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവരോട് മുൻകൂട്ടി ഈശോ വെളിപ്പെടുത്തിക്കൊണ്ട് ഒറ്റ കാര്യം ഈശോ വേണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രലോഭനത്തിൽ അല്ലെങ്കിൽ സാത്താൻ നിങ്ങളെ പീഡിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കൾ പിശാചിൻ്റെ അടിമത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആരാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ ആരായിരിക്കും? മാതാപിതാക്കന്മാർ തീക്ഷയോടു കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിയും പിശാച് പാറ്റുന്നത് പോലെ, പിശാച് നശിപ്പിക്കുന്ന പോലെ അവൻ നശിപ്പിക്കില്ല. കാരണം നമുക്ക് വേണ്ടി ഏകരക്ഷകൻ, അതാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, നമുക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? ബലി ചെയ്യപ്പെട്ടു. പാപപരിഹാരത്തിൻ്റെ ബലി അവൻ ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി ഏക മധ്യസ്ഥനായിട്ട് സ്വർഗത്തിലുണ്ട്, ഏക മധ്യസ്ഥൻ. അതുകൊണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഏക സത്യ ദൈവത്തെ മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അത് നമ്മൾ പഠിച്ചിരിക്കണം, ഏക സത്യ ദൈവത്തെ. മറ്റു മതങ്ങൾ ബഹുദൈവത്തെ ആരാധിക്കുന്ന ആരാധന രീതിയാണ്. എന്നാൽ ക്രൈസ്തവ സഭ യഹൂദ മതത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്നത്. അത് ഏക സത്യ ദൈവത്തെ ആണ് ആരാധിക്കാൻ ജനത്തെ പഠിപ്പിക്കുകയും ആരാധന രീതിയിൽ അവരെ ദൈവത്തോട് ചേർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലേ, എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ 17-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഏക സത്യ ദൈവത്തെ അവിടത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നമുക്ക് നിത്യജീവൻ ആവശ്യമാണോ? ഈ ലോകം വേണോ, സ്വർഗ്ഗലോകം വേണോ? അല്ലേ, നന്മ വേണോ, തിന്മ വേണോ? അല്ലേ, ഈ ലോകം വേണമെങ്കിൽ കേരളമെന്ന് പറയുന്നത് ഒരു ഏദോം തോട്ടത്തിന് തുല്യ അല്ലേ. എല്ലാ വസ്തുക്കളും കേരളത്തിൽ ഏദോം തോട്ടത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഏദോം തോട്ടത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് കേരളത്തിലുണ്ട്. നമ്മുടെ മക്കളുടെ മുമ്പിൽ ഏദോം തോട്ടത്തിലെ വസ്തുക്കൾ പോലെ എല്ലാ വസ്തുക്കളും വെച്ചിട്ട് ചോദിച്ചാണ്, നിനക്ക് കൃപ വേണോ, നിനക്ക് നിത്യജീവൻ വേണോ, അത് ലോകസുഖം വേണോ? ലോകസുഖം വേണമെങ്കിൽ നിനക്ക് അത് തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ സ്വർഗമാണ്, കൃപ വേണമെങ്കിൽ ഇത് നീ ഉപേക്ഷിക്കണം. അല്ലേ, അതുകൊണ്ട് യേശു പറയാണ്, ഏക സത്യ ദൈവത്തെയും അവനയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അക്രൈസ്തവർ എന്തുകൊണ്ട് യേശുവിലേക്ക് വരുന്നു? ആ ഏക സത്യ ദൈവത്തെ അറിയുവാനും നിത്യജീവൻ കരസ്ഥമാക്കുവാനും വേണ്ടിയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരം അവിടെ പറയുന്നുണ്ട്, എന്നാൽ കർത്താവാണ് സത്യദൈവം, ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രമാണ്. ജീവിക്കുന്ന ദൈവവും
നിത്യനായ രാജാവും അവിടുന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഏക സത്യ ദൈവത്തെയാണ് ജെറമ്യ പ്രവാചകൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജെറമ്യയ്ക്ക് എന്തുണ്ടായത്? പീഡനങ്ങൾ, സഹനങ്ങൾ, പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു. ഏക സത്യ ദൈവത്തെ അവതരിപ്പിച്ചാൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഈ സുഖം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് രണ്ടും ആവശ്യമാണ്. ദൈവത്തെയും ആവശ്യമാണ്, സുഖവും ആവശ്യമാണ്. ഏതെങ്കിലും ഒന്നാണ് നമ്മുടെ കൂടെ ഇരിക്കുകയുള്ളൂ. രണ്ട് വെള്ളത്തിൽ കാൽ വെത്താൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ പറയാം, നിങ്ങൾ 2 തെറ്റ് ചെയ്തു, ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു. ജീവജലം സൂക്ഷിക്കാൻ പറ്റാത്ത, സംഭരിക്കാൻ പറ്റാത്ത പൊട്ടക്കിണർ നിങ്ങൾ കുഴിക്കുകയും ചെയ്തു. എന്താണ്? ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തെ ഉപേക്ഷിക്കുന്ന ദൈവമായ കർത്താവിനെ തിരസ്കരിച്ചു. കാര്യസാധ്യത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആഭിചാര പ്രവൃത്തിയിലേക്ക് വിട്ടുപോയി. ഇവിടെ വരുന്നൊരു പയ്യൻ പറഞ്ഞ് സംഭവം അറിയുക. ഇവിടെ വന്ന് മൈക്കിലൂടെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആഭിചാര പ്രവൃത്തികൾക്ക് പോയതാണ്. ഇവിടെ വന്ന് ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് പോകണമെന്നൊരു തോന്നൽ വന്നു. ശരീരത്തിൽ ഇത് ഉണ്ടെങ്കിൽ വീണ്ടും പോകണമെന്നുള്ളൊരു താല്പര്യം, ഒരു ആസ്വദിക്കാനുള്ള, ഒരു സന്തോഷിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു രോഗിയായ പയ്യനെന്ന് കാണാമെന്ന് ചോദിച്ചു. കാണാമെന്ന് വെച്ചാൽ അവൻ്റെ അപ്പനായിട്ട് സംസാരിച്ചു. അവർ അങ്ങ് അകലേന്ന് വരുന്നതാണ്, ഒരു കർണാടകയുടെ ബോർഡറിൽ കിടക്കുന്ന ആ ഭാഗത്തുനിന്ന് വരുന്ന. അവനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു വലിയ എഞ്ചിനീയറായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് പോലെയുള്ള മനുഷ്യനാണ്. അവൻ രോഗിയായിട്ട് മാറി. ഞാൻ അവൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ആ സഹോദരനോട് ചോദിച്ചു, ഇന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ആ സഹോദരൻ പറഞ്ഞു, ശരിയാണ് അച്ഛാ, അങ്ങനെയൊക്കെയുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് നാൾ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അച്ഛൻ ചേട്ടൻ ഒറ്റ വാക്ക് പറയാം, ക്രൈസ്തവ സഭയിലെ ആരാ അച്ഛാ നാളെ നോക്കാത്തത്? ആരാ നോക്കാത്തത്? ഞാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ പയ്യനെ കാണാൻ ചെന്നപ്പോൾ ഈ പയ്യൻ അരയ്ക്ക് താഴോട്ട് ചലനശേഷി ഇല്ലാതെ കിടക്കുന്നൊരു പയ്യനാണ്. തല നീർത്തി വയ്ക്കാൻ പറ്റാത്തൊരു പയ്യനാണ്. എല്ലും കോലുമായിട്ട് കിടക്കുന്നൊരു പയ്യനാണ്. നമ്മുടെ ക്രൈസ്തവ സഭയിൽ 2 ദൈവത്തെ ആരാധിക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ പുലർത്തിക്കൊണ്ട് പോകുന്നത്. അത് തന്നെയാണ് നമ്മുടെ ശാപം, അത് തന്നെയാണ് നമ്മുടെ അന്ത്യം. അല്ലേലിയ. അതുകൊണ്ട് 2 ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ നടുക്കടലിൽ കിടക്കും. ഒരു 2 വള്ളത്തിൽ നമ്മൾ കാലുകുത്തിയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ എന്തുണ്ടാകും? വള്ളത്തിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? എവിടെ കിടക്കും? കടൽ. അതേ അവസ്ഥയിലെന്ന് പറഞ്ഞു. സഭയിൽ ആരാധന രീതിയുടെ പ്രശ്നങ്ങളല്ല, അങ്ങനത്തെ ഒരു കാര്യമല്ല. മറിച്ച് ഏക സത്യ ദൈവത്തെ തിരിച്ചറിയാൻ എനിക്കോ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഏക സത്യ ദൈവം എന്ന് പറഞ്ഞാൽ ആ ഏക സത്യ ദൈവത്തിൽ മറ്റൊരു മാലിന്യങ്ങളും. തുടർന്ന് വരുന്ന ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇനി 5 തൊട്ടുള്ള വാക്യത്തിൽ പ്രകാരം പറയുന്നില്ലേ? 3:5 പറയാണ്. വേണ്ടി 9 വെച്ച് വായിച്ചാലും മതി. 3:9. അവൾ നിർലജ്ജം വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു, കല്ലിനും മരത്തിനും ആരാധന അർപ്പിച്ചു. കല്ലിനും മരത്തിന് അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാപം ഒന്നും ആറും പ്രമാണം. കാരണം എന്താ? വിശുദ്ധി നഷ്ടപ്പെട്ടാൽ പിശാചിന് യഥേഷ്ടം ഒരു വ്യക്തിയെ ഉപയോഗിക്കാം. അതുകൊണ്ട് യേശു ചെയ്ത ഒറ്റ കാര്യമാണ്, ശരീരത്തിൽ ആണ് ദൈവം പറഞ്ഞു 1-6 നമ്മൾ കാത്ത് സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ. 1-6 പ്രമാണം അവസാന കാലത്ത് ലംഘിക്കാൻ പിശാച് തന്ത്രപൂർവം, കൗശല്യപൂർവം, ബുദ്ധിപൂർവം, സൗന്ദര്യവാനായിട്ട് വന്ന് നമ്മളോട് അവൻ പറയും. അതുകൊണ്ട് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുസ്തകത്തിൽ പറയാം, സാത്താൻ്റെ ഭരണം അവസാന കാലത്തുണ്ടാകും. ആ ഭരണത്തിൽ പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുന്ന മരിയ യുഗമുണ്ടായിരിക്കും. അമ്മയുടെ യുഗമുണ്ടായി. അമ്മ എഴുന്നേറ്റ് സാത്താനെ നിർവീര്യമാക്കും. ഇന്ന് വീട്ടിൽ ജമാലിയുണ്ടോ?
ഇല്ലല്ലോ. ജപമാലയ്ക്ക് ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുക. ഒരു രഹസ്യം ചൊല്ലി അല്ലെങ്കിൽ 5 രഹസ്യം ചൊല്ലി ലുത്തിനെ ഒഴിവാക്കിയാൽ ഒഴിവാക്കി. അതുകൊണ്ട് ആ പുസ്തകത്തിൽ പറയുന്നത് രാത്രിയുടെ യാമങ്ങളിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക. ഞാനിങ്ങനെ ഈ ചേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, മനുഷ്യൻ ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഒരു സഭാവിശ്വാസിയാണ്. അവൻ പറഞ്ഞു, അച്ഛൻ പറയുന്ന കാര്യം അത്രയ്ക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആ ചേട്ടന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ചുമ്മാ വർത്തമാനം പറഞ്ഞെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു തവണ വിദേശത്തു നിന്ന് വണ്ട് വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലും മുറ്റത്ത് ഞാൻ കസേരയിലിരിക്കുക. അവിടെ ഏതൊരു സ്ത്രീ വന്നിട്ട്, ഒരു മുഹമ്മദിയ സ്ത്രീ വന്നിട്ട് ഇവരുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 2 കല്യാണം കഴിക്കും, 2 കല്യാണം കഴിക്കും. പിന്നെ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്? അപ്പോൾ ഈ ചേട്ടൻ പറയാം, കറക്റ്റാണെന്ന് വെച്ചാൽ ആദ്യത്തെ കല്യാണം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് ക്യാൻസർ വന്ന് മരിച്ചു. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് 2ാമത്തെ ഭാര്യയാണ്. അത് തന്നെയല്ലേ പറയുന്നത്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, എന്താണ്? പൂഴിയിൽ എഴുതിയ പേര് പോലെ അവരെ ഞാൻ മാച്ചു കളയും. ആ വ്യക്തി കൈ നോക്കിയത് കൊണ്ടല്ലേ ഭാര്യ മരിച്ചത്, അല്ലാതെ ഭാര്യ ആണോ? മനുഷ്യൻ എന്ത് പറയുന്നു അത് ദൈവം തിരസ്കരിക്കും. മനുഷ്യൻ എന്ത് പറയാതിരിക്കുന്നു അത് ദൈവം ചെയ്യും. കാരണം എന്താ? ദൈവത്തിൻ്റെ വാക്കുകളാണ് വിശ്വസ്തയോടുകൂടി നമ്മൾ പാലിക്കണം. ആ മനുഷ്യൻ ഒരു വ്യക്തി കൈ ചോദിച്ചപ്പോൾ, കൈ നീട്ടി കൊടുത്തപ്പോൾ തന്നെ എന്തുണ്ടായി? 1-ാം പാപം ചെയ്തു പോയി. 1-ാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞു. അല്ലേലിങ്ങ. കാരണം എന്താ? ദൈവം പേർക്കുന്ന പാപമാണ് ഹസ്തരേഖാശാസ്ത്രം. അത് നോക്കാൻ പാടില്ല. എവിടെ? ആമോസിൻ്റെ പുസ്തകത്തിൽ 5:8 പറയുന്നുണ്ട്, ഇതിനെ കാർത്തികയെയും മെതിയത്തിലെല്ലാം സൃഷ്ടിച്ച് ഞാൻ. അപ്പോൾ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്തില്ലേ, അതുകൊണ്ടെന്താ അത് നോക്കുന്നത് നല്ലതാണെന്നാണ് അർത്ഥം. എന്തെല്ലാം ഇൻ്റർപ്രിട്ടേഷൻസാണ്. കാരണം എന്താ? ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ആരാ സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവമാണ്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണെന്ന് ഒരു ചേട്ടൻ പറയുകയാണെങ്കിൽ എന്താ? സാത്താൻ എത്ര രൂപത്തിൽ, എത്ര കൗശല്യപൂർവ്വമാണ് കയറി പ്രവർത്തിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരു കൊച്ചിവിടെ വന്നു. ആ കൊച്ചിനോടേയും പറഞ്ഞു, ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു, നീ ഇങ്ങനെ കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ്, പെൺകുട്ടിയാ, അവൾ പറയാ, ഞാൻ ചെയ്തതെല്ലാം കർത്താവിന് അറിയാം, പിന്നെ എന്തിനാ കുമ്പസാരിക്കാൻ? അച്ഛൻ്റെ അടുത്ത് പോവും, ബ്ലെസ്സിങ് സ്വീകരിക്കും, പോരും. കുമ്പസാരം വാസ്തവാവോ? അത് പിശാച കുട്ടികളുടെ മണ്ടയെ കയറിയിട്ട് പറയാം, നീ ചെയ്തതെല്ലാം നിനക്ക് മുമ്പ് ദൈവത്തിന് അറിയാം, അതുകൊണ്ട് നീ ഏറ്റു പറയാം. കുമ്പസാരം എന്ന് പറഞ്ഞാൽ അനുദപിക്കുക, ഏറ്റു പറയുക. അനുദപിക്കുക, ഏറ്റു പറയാം. ഒരു കേസ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. 3-4-5 മണിക്കൂർ എടുത്തു, 6 മണിക്കൂർ എടുത്തു. അത് കഴിഞ്ഞ് അപ്പോൾ അവൻ അവസാനം പറയാണ്, അവരുടെ വീട്ടുകാരിക്കും, എനിക്കൊന്ന് കുമ്പസാരിക്കണം കേട്ടോ അച്ഛൻ, എനിക്കൊന്ന് നന്നായിട്ട് കുമ്പസാരിക്കണം. നമ്മൾ ചോദിച്ചത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം കുമ്പസാരിക്കാൻ വന്നപ്പോൾ എന്താ, ഈ അറബിക്കടലിൽ ഇങ്ങനെ ഇളകി വരുന്നത് പോലെ. എന്നിട്ട് അവൻ അപ്പനോടും അമ്മയോടും പറഞ്ഞത്, ഞാനിപ്പോൾ സ്വസ്ഥമായി, ഒരു സ്വാതന്ത്ര്യം കിട്ടി. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പാപം ചെയ്താൽ അവൻ്റെ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സന്തോഷവും സമാധാനവും ആനന്ദവുമാണ്. അപ്പോൾ ഈ ചേട്ടനോടേയും പറഞ്ഞു, ചേട്ടൻ കൈ നീട്ടിക്കൊടുത്തപ്പോൾ 1-ാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞു. കാരണം ലംഘിക്കാൻ പാടില്ല. ഏകസത്യ ദൈവത്തെയാണ് ഈശോ ഈ ലോകത്തിൽ നമുക്ക് അവതരിപ്പിച്ചത്. കാരണം എന്താ? നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലേലിയ. ചേട്ടനോട് ചുമ്മാ ഈ പ്രാർത്ഥന പറഞ്ഞു, ഇങ്ങനെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ അത് മേഖലയിൽ വ്യത്യാസം വരും. ഇല്ലെങ്കിൽ ഇനിയും ചേട്ടൻ്റെ കുടുംബത്തിൽ അപ്പോൾ ആ ചേട്ടൻ പറയാം, എനിക്ക് ഉറക്കമില്ല, രാത്രി പകലും ഉറക്കമില്ല. അപ്പോൾ ആ ചേട്ടൻ ഇന്ന് പുലർച്ചയ്ക്ക് 3:15 തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ രാവിലെ വന്നൊക്കെ എന്തെല്ലാം പ്രാർത്ഥനയാച്ച ചെയ്യേണ്ടത്. ഇന്നലെ എനിക്കൊരു ബോധ്യം വന്നു, പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം കർത്താവ് മാറ്റിത്തരും.
മാറ്റിത്തരും, നീക്കിത്തരും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് യേശു പറയുന്നുണ്ട്. എപ്പോഴാണ്? യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ. അപ്പോസ്തലന്മാരോട് പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും അസാധ്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ നിങ്ങളോട് കൂടെയുള്ളപ്പോൾ. അല്ലെങ്കിൽ മനുഷ്യന് അസാധ്യമായിട്ടുള്ളത് പലതും ഉണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ വലിയ മലകളെപ്പോലും മാറ്റിമറിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനോ നമ്മൾ സൗഖ്യപ്പെടുവാനോ നമുക്ക് സുഖപ്പെടാനോ ഇന്നുള്ള രോഗങ്ങളെല്ലാം മാരക രോഗങ്ങൾ അല്ലേ? മരുന്നുകൊണ്ട് മാറുന്നതല്ല. ആണോ? എൻ്റെ കണ്ണിൻ്റെ ചെറിയ ഒരു നീർക്കെട്ട് വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടറെ ഞാൻ കണ്ടു. നമ്മുടെ ഡോക്ടർമാർ സജസ്റ്റ് അച്ഛൻ അവിടെ ഒന്ന് പോവുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ സീറ്റ് കിട്ടുക എളുപ്പമല്ല. നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ ആ മനുഷ്യൻ പാലക്കാട്ടുകാരനാണ്. അതുകൊണ്ട് ഒരു അച്ഛനാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ കാണാം എന്ന് സമ്മതിച്ചു. മനുഷ്യൻ നേരിട്ട് കാണാറില്ല, അസിസ്റ്റന്റുമാരെ നിർത്തിയാണ് കാരണം. പക്ഷേ മനുഷ്യൻ പറഞ്ഞു വരാം, അയ്യോ ഇറന്നൊരു കാസ്റ്റ് അല്ല വൈദ്യരുടെ സ്നേഹമുള്ള ആ മനുഷ്യൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പറയാനാണ്, നീർക്കിട്ട് പോകാനായിട്ട് ഒരു ഡൈ ഉണ്ട്, പക്ഷെ ആ ഡൈ ഇന്ന് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അച്ഛൻ ഒരു 2-3 മാസം കൂടുമ്പോൾ ഇങ്ങനെ വരണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായി സുഖപ്പെടുത്തേണ്ട രോഗമാണ്. ഈശോ സുഖപ്പെടുത്തേണ്ട രോഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സാറ് പറഞ്ഞു, അച്ഛനൊരു പുരോഹിതനാണ്, പുരോഹിതനെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയുമാണ് ഏറ്റവും സൗഖ്യം നൽകുന്ന ശക്തി. ഞാൻ 1-2 തവണ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഈശോയുടെ തിരുവിലാവിന്ന് ഒഴുകിയ വെള്ളം എല്ലാ ദിവസവും 2-3 നേരം ഒഴിക്കുക. ഏതാ? ഹോളി വാട്ടർ. അത് ഒഴിക്കാൻ പോയി. അത് ഒഴിച്ചതിന് ശേഷം ഞാൻ ചെന്നു ടെസ്റ്റൊക്കെ ചെയ്യാൻ ചെന്നപ്പോൾ ആ മനുഷ്യൻ പറയാണ്, അച്ഛൻ്റെ കണ്ണിലെ നീർക്കെറ്റ് കംപ്ലീറ്റ് വറ്റിപ്പോയിരിക്കുന്നു. 1/2 മണിക്കൂർ കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു അച്ഛൻ പൊയ്ക്കോളാൻ പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞത് ഇത് അസാധ്യമാണ്, പക്ഷേ എന്തോ ഒരു ശക്തി അവിടെ പ്രവർത്തിച്ചിരിക്കുന്നു, എന്തോ ഒരു കൃപ, ഒരു അഭിഷേകം അവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് പ്രോഗ്രസ് ലഭിക്കും. ഈ വെള്ളം പറ്റിയില്ലെങ്കിൽ, ഈ നീർക്കെട്ട് പറ്റിയില്ലെങ്കിൽ ആ ഡൈ വന്നാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കുന്നു. അതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങൽ, ആ നീർക്കെട്ട് മാറും, വീണ്ടും പ്രോഗ്രസ്സിൽ. അത് ദൈവം ഈ ലോകത്തിലെ ശക്തികൾക്ക്, ഈ ലോകത്തിലെ ഡോക്ടർമാർക്ക്, ഈ ലോകത്തിലെ ആർക്കും സുഖം പറ്റാത്ത വിധത്തിലുള്ള രോഗമോ തകർച്ചയോ കുടുംബത്തിലെ ബന്ധനോ ആണ് നിങ്ങളുടെ കുടുംബത്തിലുള്ളതെങ്കിൽ ദൃഢമായിട്ട് വിശ്വസിക്കുക, ദൈവത്തിന് മാത്രമേ നിങ്ങളെ സുഖപ്പെടുത്താൻ, നിങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ, നിങ്ങൾക്ക് മാനസാന്തരം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഡോക്ടർ പറഞ്ഞു അച്ഛാ ഡൈ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് എന്തും പറയും, കർത്താവേ നിനക്കല്ലാതെ എൻ്റെ കണ്ണ് സുഖപ്പെടുത്താൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. നിങ്ങളെന്താ, നിങ്ങൾ ഭർത്താവിനോട് പറയും, ഭാര്യയോട് പറയും, മോനോട് പറയും, മോളോട് പറയും, അടിയും കിട്ടും, കുത്തും കിട്ടും, ചപ്പ് ചവറ് സാധനം വായിന്ന് കിട്ടുകയും ചെയ്യും. കണ്ണുകളടയ്ക്കുക, കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പദ്ധതി ബലിവസ്തുക്കൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആചാരങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധ കൈ നോക്കിയിട്ടുണ്ടെങ്കിൽ, നാള് നോക്കിയിട്ടുണ്ടെങ്കിൽ, വാരഫലങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ജാതകം എഴുതിച്ചിട്ടുണ്ടെങ്കിൽ, മന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടോത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആഭിചാര പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കടുവത്തെ കുട്ടിച്ചാതൻ സേന ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ഭവനം പണിയുന്ന സമയത്ത് ഏതെങ്കിലും വിധ സ്ഥാനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആചാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവേ ആ സ്ഥലത്തെ അങ്ങയുടെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്ഥലത്ത് വസിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. അതിൽ വസിക്കുന്ന കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഇന്ന് പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, തിന്മയ്ക്ക് അടിമപ്പെട്ടതിന് കർത്താവേ ഞങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കന്മേൽ ഏതെങ്കിലും വിധത്തിൽ ആഭിചാര പ്രവൃത്തികൾക്ക് അടിമപ്പെട്ട്, ഏതെങ്കിലും അക്രൈസ്തവരുമായിട്ട് ബന്ധപ്പെട്ട്, അക്രൈസ്തവരുടെ ആചാരങ്ങളും പൂജകളും ക്രിയകളും ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി, ഫാക്ടറിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് ദയവ് കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ ഉയർത്തി, കണ്ണുകൾ അടച്ച്, കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയും അപ്പൻ്റെയും അമ്മയുടെയും 7 തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർവികര് 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിതുയർത്താൻ വേണ്ടിയാണ്. അത്
പണിതുയർത്താൻ വേണ്ടി നിന്നെ കർത്താവ് ഈ ആലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്ന അതിനു വേണ്ടിയാണ്. നീ നിന്റെ കുടുംബത്തിന്റെ മതിലുകൾ, നീ നിന്റെ കുടുംബത്തിന്റെ വീടുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന വ്യക്തിയാണെന്ന് മറ്റുള്ളവർ വിളിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി, കർത്താവേ എൻ്റെ കുടുംബത്തോട് നീ കരുണയായിരിക്കണമേ കർത്താവേ. ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഏക സത്യ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം സമ്പത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എൻ്റെ കടിഞ്ഞിൽ പുത്ര സ്ഥാനം ഞാൻ ബലി കഴിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ യാചനാപൂർവം പിടിച്ച്